ഇന്ന് പൈനാപ്പിൾ പച്ചടിയാണ്. പച്ചടിക്ക് ആവശ്യമായ ചേരുവകൾ: ഒരു പൈനാപ്പിളിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്, ഒരു പച്ചമുളക്, ഒരു ചെറിയ സവാള, അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര്. അരപ്പ് തയ്യാറാക്കാനായി 1 കപ്പ് നാളികേരം ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകം, 2 കുഞ്ഞുള്ളി, 1/2 ടീസ്പൂൺ കടുക്. താളിക്കാനായി 3-4 വറ്റൽമുളക്, 3 കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. പച്ചടി തയ്യാറാക്കുന്നതിനായി ഒരു പൈനാപ്പിളിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി സവാളയും പച്ചമുളകും ചേർത്ത് മൺചട്ടിയിൽ പാകത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. മൺചട്ടിയിലെ കറികൾക്ക് സ്വാദ് കൂടുമെന്നല്ലേ? അതുകൊണ്ട് തന്നെ അമ്മ ഇന്ന് മൺചട്ടിയിലാണ് പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. പച്ചടിയിലേക്ക് ആവശ്യത്തിന് മധുരവും ഉപ്പും ചേർക്കാൻ മറക്കണ്ട. പച്ചടിക്കൂട്ട് വെന്തു വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് നാളികേരം ചിരകിയതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 2 കുഞ്ഞുള്ളിയും ചേർത്ത് അരച്ചെടുത്തു. പച്ചടിക്കൂട്ടുകളിൽ മുൻപൻ കടുകാണല്ലോ. 1/2 ടീസ്പൂൺ കടുക് കൂടി അരപ്പിലേക്ക് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അരപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇനി പച്ചടിക്കൂട്ട് വെന്തോ എന്ന് നോക്കാം. പച്ചടിക്കൂട്ടിലെ വെള്ളം തിളച്ച് വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നന്നായി വറ്റിയ ശേഷം തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചടി കഷ്ണങ്ങളും അരപ്പും നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അരപ്പ് വെന്ത് വെള്ളം വറ്റി വരുന്നത് വരെ ചൂടാക്കുക. കറിക്കൂട്ടിൽ ഉപ്പും മധുരവും പാകത്തിനുണ്ടോ എന്ന് നോക്കുക. മധുരപ്രിയർക്ക് ലേശം മധുരം അധികമാവാം. അരപ്പും കഷ്ണങ്ങളും വെന്ത് ചാറ് വറ്റിത്തുടങ്ങി. താളിക്കാനായി ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞത് മൂപ്പിച്ച് അതിലേക്ക് 3-4 വറ്റൽമുളക് കൂടി പൊട്ടിച്ചിടുക. കറിവേപ്പില കൂടി ചേർത്ത് താളിപ്പ് തയ്യാറാക്കി മാറ്റിവെക്കുക. എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിച്ച് താളിപ്പ് തയ്യാറാക്കിയാൽ കറി കുറച്ചുകൂടി രുചികരമാകും. പച്ചടിക്കൂട്ടിലെ വെള്ളമൊക്കെ വറ്റി ചൂടാറിയ ശേഷം 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം കടുക് താളിച്ചതുകൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി തയ്യാറായിട്ടുണ്ട്.